അല്ല, റൂമിൽ കയറി കിടക്കാണ്. അവൻ ജോലിക്ക് പോയ സമയത്ത് എന്തോ കേറിയതല്ലേ റൂമില്, കിടക്കാൻ വേണ്ടിയാണ് റൂമിൽ കയറിയിരുന്നത്. അമ്മ കൊറേ നേരം ഇതിൽ അടുക്കളയിൽ നിന്ന് പണിയെടുക്കണത്. അപ്പൊ കാലും കൈയൊക്കെ കട്ടയാക്കണം അമ്മേ, അതാ ഞാൻ വന്ന് കിടന്നേ. അതെ, ഈ സമയത്ത് ഇങ്ങനെ കാല് കട്ടഴക്കലൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാ ഗർഭിണികൾക്കും വരും. അത് ഇത്ര വലിയ അസുഖമൊന്നും അല്ല. അതിനിങ്ങനെ കിടക്കൊന്നും വേണ്ട. കിടന്നു കഴിഞ്ഞാലേ പിന്നെയും കൂടെയുള്ളൂ. പിന്നെ വേണ്ടാത്ത ഓരോ അസുഖങ്ങളും വരെയും ചെയ്യും. പിന്നെ സുഖപ്രസവവും കിട്ടൂല. അതുകൊണ്ടേ മേലനങ്ങി ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യും. അവിടെ ഒന്ന് അടിച്ചൊക്കെ വരെ തുടക്കി, അപ്പത്തേക്കും ഈ കാലുവേദനയൊക്കെ മാറും. അത് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് ചെയ്യാമ്മേ. ഇപ്പൊ ഒന്ന് കിടക്കട്ടെ, ഒട്ടും വയ്യാത്തോണ്ട് പറഞ്ഞാണ്. ഞാൻ പറയണതൊന്ന് കേക്ക്. നീ പറയണ കേൾക്കുമ്പോ തോന്നും വേറെ ആരും ഇതുവരെ ഗർഭിണിയായിട്ടില്ലെന്ന്. ഒരു മിക്ക ഗർഭിണികൾക്ക് ഇങ്ങനെ കാലും കൈയൊക്കെ കഴക്കലൊക്കെ ഉണ്ടാവും. അതും പറഞ്ഞോണ്ടും ഇങ്ങനെ കിടക്കുകയാണ് വേണ്ടത്. വന്നേ, അന്നത് ചെയ്യാൻ നോക്കിയേ. കിടക്കണം. ഇത് കഷ്ടമാണ്. ഒട്ടും വയ്യ, ഞാൻ പറഞ്ഞല്ലേ. വാവേ, അമ്മക്കും മോനും പിന്നെ കിടക്കാട്ടാ. അമ്മനെ കഷ്ടപ്പെടുത്തരുതട്ടാ. ചേട്ടൻ എന്തെടുക്കണേണ്? ഞാനേ ആ സൈറ്റിൽ പൈസ കൊടുത്തതിന്റെ കണക്കിലേ ചെറിയൊരു വ്യത്യാസം, അപ്പൊ അതൊന്നും നോക്കണായിരുന്നു. എന്താണ്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞോ. കളിയാക്കൂ എന്നാ? എന്താണ് പറ. സത്യല്ലേ? സത്യമായിട്ടും കളിയാക്കൂല, കാര്യം പറ. അതെ, എന്റെ ഭാഗയുടെ ഒരു ആഗ്രഹമാണ്. എന്താണ്? സാധിച്ചോ? നീ പറ, എന്നെ കൊണ്ട് പറ്റുന്നതാണ് സാധിച്ചു തരും. അതില്ലേ, എനിക്ക് മസാലദോശ തിന്നാൻ കൊതിയാവുന്നു. മസാല ദോശ? സത്യം പറ, ഈ ഗർഭിണികൾക്കെല്ലാം ഒരു ഇങ്ങനെ വല്ലാത്തൊരു പൂതിയല്ലേ മസാല ദോശ. ഞാൻ ഇടയ്ക്കോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നീ എന്താണ് മസാല ദോശയുടെ കാര്യം പറയാത്തേന്ന്. വാങ്ങിത്തരോ മസാല ദോശ? ഇപ്പൊ തന്നെ വേണം നിർബന്ധോ? ഇപ്പൊ തന്നെ വേണം. അവനോട് പറഞ്ഞു വേണം വേണം വേണം. ഓഹോ, എന്നൊരു കാര്യം ചെയ്യ്, അവനോട് പറ. നീ ഇപ്പൊ മേടിച്ചിട്ട് തരാം ഏട്ടാ. ഇപ്പൊ തന്നെ മേടിച്ചിട്ട് തരാം. വാവേ, അച്ഛൻ ഇപ്പൊ മസാല ദോശ കൊണ്ടുവരാട്ടാ, കഴിക്കാം. അല്ല, ഇവരെന്താണ് എത്ര ബന്ധു പിടിച്ച് വണ്ടി എടുത്തോളും പോയത്? എവിടെ പോയതാണ്? അല്ല തന്നെ, അവൻ എത്ര ധൃതി പിടിച്ച് എങ്ങാട്ടാണ് പോയത്? അതിലമ്മേ വേറൊന്നല്ല, എനിക്ക് മസാല ദോശ കഴിക്കാൻ കൊതിയാണ്. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ മേടിക്കാൻ പോയേക്കണേന്ന്. അയ്യോ, മസാല ദോശ കഴിക്കാൻ കൊതിയാ. അങ്ങനെ മസാല ദോശ കഴിക്കണമെങ്കിലേ വീട്ടിലുണ്ടാക്കി കഴിച്ചാ പോരെ. ഫ്രിഡ്ജില് മാവിരിപ്പുണ്ടല്ലോ, ഇത്തിരി ഉരുളക്കിഴങ്ങ് എടുത്ത് മസാലയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചാ പോരെ. അതാണ് മസാല ദോശ എന്ന് പറയുന്നത്. ഇത് കടയിൽ നിന്ന് കഴിച്ചാലേ വാക്കുകൾ തിരുവള്ള. അതല്ലമ്മേ, നമ്മൾ ഉണ്ടാക്കുന്നതും കടയിലത്തേക്കും വേറെയാണല്ല. അതാ ഞാൻ അങ്ങനെ ചേട്ടനോട് പറഞ്ഞേ. ഇതേ കെട്ടിയോന്റെ പൈസ കളയാനുള്ള അടവാണ്. ഇപ്പൊ ഗർഭിണിയായി കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. എന്തെങ്കിലും കഴിക്കണം. ഇതാകുമ്പോ ഒരു ചൂഷണം ചെയ്യലാണല്ല. കെട്ടിയന്മാർ എന്തായാലും മേടിച്ചെടുക്കും, വീട്ടുകാരും മേടിച്ചെടുക്കും. പക്ഷേ അതൊന്നും ഇവിടെ നടക്കൂലട്ടാ. ഇപ്പൊ എന്റെ മോക്ക് വിശേഷോട്ടിക്കല്ല, അവള് ഇതേപോലെ കെട്ടിയാനോടും പറയണില്ല. അതായത് ഇപ്പൊ ഞാൻ വിളിക്കാറുണ്ട്, എന്നോടും പറയാറില്ല. അവിടുത്തെ അമ്മനോടും അച്ഛനോടും ഒന്നും പറയാറില്ല. ഇതേ ചൂഷണം ചെയ്യൽ തന്നെയാണ്. ഇതൊന്നും ഇവിടെ വേണ്ടട്ടാ. ഇപ്പൊ തന്നെ അവനെ മസാല ദോശക്ക് വേണമെന്നു പറഞ്ഞു വിട്ട് അവൻ ഇത്ര ധൃതി പിടിച്ച് പോയത് വേണ്ട. അപ്പൊ ഓണ വഴിക്ക് അവൻ എന്തെങ്കിലും പറ്റിയാല ഓരോരോ വാക്കുകള് ഇന്ന് പോരണം. ഇനിയിപ്പോ നാളെ എന്തിട്ടായിരിക്കും? ആഗ്രഹം കൊണ്ട് പറഞ്ഞാണമ്മേ. ഈ വകയുള്ള ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഇപ്പോഴേ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. ഈ വക ആഗ്രഹങ്ങളൊന്നും വേണ്ടട്ടാ. അത് ഇപ്പോഴേ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്, വെറുതെ കാശ് നശിപ്പിക്കാനായിട്ട്. ഇന്ന് പറഞ്ഞത് പറഞ്ഞു, ഇത് ഞാൻ ക്ഷമിച്ച്. ഇനി മേലാല് അവനോട് ഇതേപോലത്തെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞ് എന്റെ ചെക്കനെ ഇട്ട് ഓടിക്കാൻ നിൽക്കരുത്. ഞാനിതേ പറഞ്ഞെന്ന് ഇനി അവനോടും പറയാൻ നിൽക്കരുത്. മനസ്സിലായാ? ഇല്ലമ്മേ, ഞാനൊന്നും പറയണില്ല.
മീന്റെ മണം പറ്റണില്ല. മീൻ മേടിക്കണ്ടെന്ന് അമ്മയോട് പറഞ്ഞാണ്. ഇവിടെ മീനിലുണ്ടാർക്ക് ഇറങ്ങൂലല്ലോ. ആ കഴിഞ്ഞ പണി? ആ കഴിഞ്ഞമ്മേ. മീൻ വറുത്താ? ആ മീൻ വറുത്ത്. ഈ മീന്റെ മണം വന്നിട്ടേ ഛർദിക്കാൻ വന്നമ്മേ. അമ്മയോടും പറഞ്ഞല്ലേ മീനൊന്നും മേടിക്കണ്ടാന്ന്. ഇവിടെ മീനുണ്ടായാലല്ലേ എല്ലാവർക്കും ചോറിറങ്ങുള്ളൂ. അതെ, എനിക്ക് മീനില്ലാതെ ഒന്നും കഴിക്കാൻ പറ്റൂല. മീൻ നിർബന്ധമാണ്. അതാണ് ഞാൻ മേടിച്ചത്. നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട. ഛർദിക്കാൻ വന്നാ ഛർദിക്കണം. ഗർഭിണികളൊക്കെ അങ്ങനെ തന്നെയാണ് ഛർദിക്കും. പലതും ഇഷ്ടവും ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി കൊണ്ട് നിക്കണം. പറഞ്ഞോണ്ട് നിന്റെ ഇഷ്ടത്തിനുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇഷ്ടമൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? അമ്മ എനിക്കില്ലേ മാമ്പഴ പുളിശ്ശേരി വെക്കോ? എനിക്കത് കഴിക്കാൻ ആഗ്രഹമുണ്ടമ്മേ. എന്റെ മോളെ, ഇപ്പൊ ഈ മാമ്പഴം എപ്പോഴാ കിട്ടാനാണ്? സീസണല്ല. അതുമല്ല, തേങ്ങക്ക് എന്ത് വിലയാണെന്നറിയോ? ഇങ്ങനത്തെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട. നമ്മളെയും കൊണ്ട് പറ്റാവുന്നത് നമ്മുടെ വീട്ടിൽ എന്തിട്ടാണുള്ളത് അത് കൂട്ടി കഴിച്ചാ മതി. മാമ്പഴ പുളിശ്ശേരിയേ തേങ്ങക്ക് ഇപ്പൊ 100 വില. അതല്ലമ്മേ, എനിക്ക് മീൻ അങ്ങോട്ട് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റ് ആണമ്മേ, അതുകൊണ്ടാണ്. ഓക്കേ, തൈര് ഇരിപ്പുണ്ട് ഫ്രിഡ്ജില്. ആ തൈര് കൂട്ടി അങ്ങനെ ചോറ് തന്നെ. അതാ മാമ്പഴ പുളിശ്ശേരിയേ. മോൾ ടി വി ആണേണ. ഇതൊന്ന് കൈയോടെ കുടിച്ചേ. ഇതെന്നിട്ടാണെന്ന്? ഇത് മാങ്ങ ജ്യൂസാണ്. വേഗം കുടിച്ചേ. ഓ, എനിക്ക് വേണ്ടാം. എന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ കുടിച്ചോളാം. എന്റെ മോളെ, ഇത് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നാന്ന് അറിയോ മോക്ക് വേണ്ടി? എന്റെ കൂട്ടാത്തിന്റെ വീട്ടില് 2 മാങ്ങണ്ടായി. ഒട്ടുമാവ് എന്ത് മേടിച്ചാണ്. ആകെ അവരുടെ ആദ്യമായിട്ടുണ്ടായ 2 മാങ്ങയാണ്. എനിക്ക് ജ്യൂസ് അടിച്ച് തരാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചോദിച്ചോണ്ട് വന്നാണ്. കൈയോടെ കുടിച്ചേ. എന്തിനാണമ്മേ? എനിക്കിതിപ്പോ വേണ്ടാമ്മേ. വാശി പിടിക്കല്ലേ. കുടിച്ചേ. അല്ലാമ്മേ, എനിക്ക് മാത്രമുള്ള ജ്യൂസ്, ചേട്ടത്തിക്കില്ലേ ജ്യൂസ്? അതിലേ അവക്ക് ജ്യൂസ് വല്ലതും കുടിക്കാൻ പറ്റും? എന്ത് കുടിച്ചാലും അപ്പ ഛർദിച്ചളയും. അവക്ക് ഇനി മാങ്ങ ജ്യൂസ് കൊടുത്തിട്ടെന്താണ് ഇപ്പൊ തന്നെ ഛർദിച്ചളയും. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാ അവക്ക് വല്ല കഞ്ഞിവെള്ളമൊക്കെ പറ്റുള്ളൂ. അതാണ് അവൾ എപ്പോഴും കുടിക്കണത്. മോളിത് വേഗം കുടിക്ക്. ഈ സമയത്ത് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. കൈകാലൊക്കെ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കൊക്കെ ജ്യൂസൊക്കെ കുടിക്കണം, നല്ലതാണ്. അമ്മേ മാതളം മേടിച്ചു വെച്ചിട്ടുണ്ട്. മാതളങ്ങളുടെ ജ്യൂസ് അടിച്ചു തരാട്ടാ. അപ്പൊ ബ്ലഡ് വെക്കാനും അതുപോലെ തന്നെ കൊച്ചു നല്ല സുന്ദര കൊച്ചാവാനും അത് നല്ലതാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും അമ്മ അത് ഉണ്ടാക്കിക്കൊണ്ടതാട്ടാ. അല്ല, നീനൊക്കെ കഞ്ഞിവെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണപ്പോ എടുത്ത് കുടിക്ക്. വേഗം കുടിക്കട്ടാ, നമ്മൾ പോരാ. ഒരു കാര്യം. ചെടിയൊക്കെ ഉണങ്ങിയത് കണ്ടാ. ഓ, അല്ലെങ്കിൽ അത് അന്യനോട് പറഞ്ഞാ കേൾക്കൂല. ഇത്തിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞാലേ ഗർഭിണിയാണെന്നുകൊണ്ടും ഒന്നും ചെയ്യാതെ ഈ ഇരിപ്പാണ്. ലോകത്ത് വേറെ ഗർഭിണികളില്ലാത്ത പോലെ. എനിക്ക് എന്റെ മോളുടെ കാര്യം ഇതെല്ലാം കൂടി നോക്കാൻ പറ്റുമോ? കണ്ടാ. വന്നാ നിന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞോണ്ട് നിന്നത്. നിനക്ക് ഈ ചെടിക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ എന്താണ്? കണ്ട, നല്ലൊരു റോസായിരുന്നു. അതൊക്കെ വാടിപ്പോയി. അതെ, ഗർഭിണികൾ ഇത്തിരി കുനിഞ്ഞ് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചെന്നുകൊണ്ടും ഒന്നും വരാൻ പോണില്ല. നിനക്കും കൊച്ചിനും നല്ലതേ വരുള്ളൂ. ഇത്തിരി ദേഹം അനങ്ങിന്ന് പറഞ്ഞോണ്ടും. അമ്മ 2 ദിവസമായിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്തത്. ഞാൻ എല്ലാ ദിവസവും ഒഴിക്കണേണമ്മേ. എനിക്ക് അത് ഭയങ്കര വേദന. അതാ ഞാൻ ഒഴിക്കാഞ്ഞത്. ഇനി എന്ത് പറഞ്ഞാലും അത് പറഞ്ഞാ മതിയല്ല, രക്ഷപ്പെട്ടല്ല.
എന്നെങ്കിലും മാറോ? ഗർഭിണിയായ കാലം മുതലേക്കാണ് നടുവേദന, കാലുവേദന, വയറുവേദന. ഓ എന്റെ പൊന്നോ, വേറെ ആരും ഗർഭിണി ആവാത്ത പോലെയാണ്. ഞാനും 1-2 പെറ്റതാണ്, എനിക്കൊരു കുഴപ്പമില്ലല്ല. അവക്ക് വല്ല കുഴപ്പമുണ്ടാ? എന്ത് പറഞ്ഞാലും അതെ നടുവേദന. അല്ല എന്തിനാണ് ഇപ്പൊ എന്നെ വന്നത്? അതില്ലേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു 2 ദിവസം വീട്ടിൽ വന്ന് നിക്കാനായിട്ട്. ഞാൻ പോയിക്കോട്ടെ എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ പോയി നിക്കാനേ. ഇനി അതൊന്നും വേണ്ട. ഇനിയിപ്പൊ 7-ാം മാസം ആവാറായില്ലേ, 7-ാം മാസത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയാ മതി. അത് ഇപ്പഴും ഇനി പോണെങ്കിൽ നിനക്ക് പോണെങ്കിൽ നേരത്തെ പോവായിരുന്നില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ല അമ്മനോട്. അപ്പം പറഞ്ഞ് ഇപ്പോഴും അനങ്ങാൻ പാടില്ല, കൊച്ചിന് കേടാണ്, അതല്ലേ ഞാൻ പോവാഞ്ഞേ. ഇപ്പൊ എന്തായാലും ഇത്രത്തോളമൊക്കെ ആയില്ലേ, അപ്പൊ 7-ാം മാസമൊക്കെ കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിക്കോ. പിന്നെ അവിടെ നിക്കാല, പിന്നെ സുഖമല്ല, സ്വന്തം വീട്ടിൽ നിക്കാം. മാള് വന്ന് നിക്കണില്ലേ അതുപോലെ എനിക്കും പോകണ്ടേ, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ. അതെ, ഇനി അവള് വന്ന് നിക്കണേല് കുശുമ്പ് കുത്തണ്ട. അവളുടെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അവളുടെ അമ്മായിമ്മക്ക് റെസ്റ്റ് കൊടുക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അതേപോലെയാണ് നിനക്കിവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടാ? അതുകൊണ്ടേ 7-ാം മാസത്തിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പോയാ മതി. അതെ ചെല്ലി പോയേ കറി വെക്കാൻ നോക്ക്, വീട്ടിൽ പോവാൻ നിക്കണ്. അല്ലമ്മേ കറിക്കൊന്നുമില്ലല്ല, അമ്മ മീൻ മേടിച്ചില്ലായിരുന്നാ? ഓ ഞാൻ മീനൊന്നും മേടിച്ചില്ല. അതെ മാളുമൂന്ന് പറ്റണില്ലാന്നേ, അവക്ക് ഛർദി വന്ന് മീന്റെ മണമൊക്കെ കൊണ്ടിട്ടെ മീനൊക്കെ വറക്കുമ്പോഴേ പറ്റണില്ലാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മീൻ മേടിക്കണ്ടെന്ന്. അവക്കേ ചക്കക്കറി തിന്നണോന്ന് ആഗ്രഹം. അപ്പൊ ചക്ക കിട്ടാനില്ല, എന്നാലും ഞാൻ ചക്ക ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. ആ ചക്ക എടുത്തേ കറി വെക്കാൻ നോക്ക്. അവക്ക് ചക്കക്കറി മതിന്ന്. ഇത്തിരി തേങ്ങയും കൂടി ഇടണോണ്ടതിന്, എന്നാലാണ് ചക്കക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെല്ല് വേമ്പോ ഉണ്ടാക്കാൻ നോക്ക്. അമ്മേ അമ്മേ ഒന്നും കൂടെ വന്നേ അമ്മേ. എന്താണ് അമ്മേ? എനിക്ക് ഭയങ്കര നടുവേദനയമ്മേ. കുറച്ചേരം ഞാൻ കിടന്ന്, പക്ഷെ അങ്ങോട്ട് മാറണില്ല. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലാ? എങ്ങനെ ഹോസ്പിറ്റലിൽ പോവാനാണ്? അവളോട് ഒറ്റക്കാവൂല മാളൂനോട് ഒറ്റക്കാക്കിക്കൊണ്ടും എനിക്ക് ഹോസ്പിറ്റലിൽ പോരാൻ പറ്റുമോ? നമുക്ക് അവളെയും കൊണ്ടുപോവാമേ. അവളെയും കൊണ്ടുപോവാനാ? അവളെ ഇന്നലെ സ്കാനിങ്ങിന് കൊണ്ടുപോയാ? ഇനി അവളെ ഇന്നും കൂടി വണ്ടി കയറ്റി ഞാൻ കൊണ്ടുപോവാ? അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലേ ഞാൻ ആരോട് സമാധാനം പറയും? അതുമല്ല ഈ സമയത്തെ 7 മാസമൊക്കെ ആറില്ല, നടുവേദനയൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങ് സഹിക്കാം. അതുമല്ല വേണമെങ്കിൽ ഇത്തിരി ചൂടുകൊണ്ടെടുത്ത് വേണമെങ്കിൽ പിടിക്കും നടുവിന്, അപ്പൊ മാറും. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ അവൻ വരട്ടെ. അവൻ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോ നിങ്ങൾ 2 പേരും കൂടി പോയി ഡോക്ടറെ കാണിക്കും. ചേട്ടൻ വരുമ്പോ ലേറ്റ് ആവൂലമ്മേ? അത്രയും പറ്റണില്ല, അതുകൊണ്ട് പറഞ്ഞേ. ഈ വേദനയൊക്കെ സഹിക്കാനായിട്ട് പറ്റും. പറഞ്ഞിട്ടുന്നത് പ്രസവ വേദന പോലെയാണ്. പ്രസവ വേദന ഒന്നും അല്ല. അപ്പേ ഈ നടുവിന്റെ ചെറിയ വേദന കുറച്ചേരം കഴിയുമ്പോ മാറും. മാറിയില്ലെങ്കിൽ അവൻ വരുമ്പോ പോ. അല്ലാതെ എനിക്കിപ്പൊ എന്തായാലും പറ്റൂല, അവളെ ഒറ്റക്കാക്കി കൊണ്ടു പോകാനായിട്ട് പറ്റൂല. ഇനി എന്നെ കിടന്ന് വിളിക്കരുതട്ടാ, അവക്ക് തൊണ്ട വേദനയാണ്. അവക്ക് ഞാനേ ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കാണ്. ഇവിടെ ഇരിക്കി, അല്ലെ അവൻ വന്നിട്ട് പോ. അമ്മനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ എന്തായാലും കൊണ്ടുപോകില്ല. എന്തായാലും ചേട്ടനെ വിളിക്കാം, അല്ലാണ്ട് ശരിയാവില്ല. സഹിക്കാൻ പറ്റണില്ല നടുവേദന. പതുക്കെ നടക്കും, തിരക്കുടിക്കണം. എന്തിനാണ് നടക്ക്? ഇപ്പൊ എങ്ങനെ വേന കുറവുണ്ടാ? കുറവുണ്ട് ചേട്ടാ. കേറി പിടിച്ചു കയറി. വന്ന ആശുപത്രി പോയത് എന്ത് പറഞ്ഞ്? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ല, വെറുതെ നിന്റെ ജോലി കളയാനായിട്ട് നിന്നെ വിളിച്ചു വരുത്തി. നടുവേദനയൊക്കെ ഈ സമയത്ത് ഉണ്ടാവണതാണ്. എന്റെ അമ്മ ഇത് എന്ത് വർത്താനോട് പറഞ്ഞത്? അവൾ നടുവേന നോണയൊന്നും പറഞ്ഞല്ല, നല്ല നടുവേന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് കൊടുത്തിട്ട് മാറിയില്ല, അവസാനത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഇപ്പൊ ഈ വിട്ടാക്കണത്. അത് മാത്രമല്ല
അമ്മക്ക് എന്റെ ഈ ജോലി പോണതിന് ഇത്ര സങ്കടം ഉണ്ടായിരുന്നെങ്കിലേ അമ്മക്ക് അവളെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നില്ലേ? അവള് പറഞ്ഞെന്ന് പറഞ്ഞ നമ്മുടെ അടുത്ത് ആശുപത്രി പോണേച്ച്. അത് പിന്നെ അവളെന്നോട് പറഞ്ഞു നടുവേദന എടുക്കണമെന്ന്. പക്ഷെ ഞാൻ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും? ഇവിടെ മാളില്ലേ, അവളൊറ്റക്കാക്കി എനിക്ക് പോകാൻ പറ്റുമോ? ഇവിടെ ആരെങ്കിലും ഇല്ലാതെ. ഓ, നല്ല മറുപടിയാണ് അമ്മ പറഞ്ഞത്. അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ ഇന്നലെ മാളിന്റെ സ്കാനിങ്ങിന് കൊണ്ടുപോയാ? എങ്ങനെയാണ് കൊണ്ടുപോയത്? ആ സമയത്ത് ഇവളോട് ഒറ്റക്കാരുന്നില്ലേ? എന്റെ അമ്മ എന്താ ചെയ്ത്? അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചിനെ വിളിച്ച് കൂട്ടിയിരുത്തി. അതുപോലെ തന്നെ നമുക്ക് ഇന്നും ചെയ്യാറുന്നില്ലേ? ആ ശാന്ത ചേച്ചിനെ വിളിച്ച് കൂട്ടിയിരുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് ആശുപത്രി പോകാറുന്നില്ലേ? ഓ, അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അമ്മ അത് ഓർക്കൂല, അതെനിക്കറിയാല. കാരണം ഇത് നമ്മുടെ മോളല്ല, മരുമോളല്ലേ. ഇപ്പൊ ഇവളുടെ സ്ഥാനത്ത് നമ്മുടെ മോക്കായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ അവളെ കൊണ്ട് ഓടിയാണല്ലേ ആശുപത്രിയിലോട്ട്. കഷ്ടമുണ്ടമ്മേ ഇങ്ങനെ ഈ വേർതിരിവ് കാണിക്കുന്നത് കാണുമ്പോ. അമ്മേ ഒരു കാര്യം മറക്കരുത്, അത് നമ്മളുടെ മോളുടെ കുഞ്ഞാണെങ്കിലേ ഇവളുടെ വൈക്കോടനെ നമ്മുടെ മോന്റെ കുഞ്ഞാണ്. അതമ്മ മറക്കരുത് കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നാളെ ഇവിടെ ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോണാണ്. 7-ാം മാസത്തിലെ ചടങ്ങും കാര്യങ്ങളൊന്നും ഞാൻ നോക്കണില്ല. ഇനി ഇവളുടെ വീട്ടിൽ നിന്നാ മതി. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല. പോകുമ്പോഴേ എനിക്കേ പോകൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും കേട്ടാ. ബാ. ഇതുപോലെ മരുമക്കളോട് വേർതിരിവ് കാണിക്കുന്ന അമ്മായിയമ്മമാർ ഇന്നും നമുക്കിടയിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവർ ഒരു കാര്യം മറന്നു പോകുന്നു. മരുമകളുടെ വയറ്റിൽ വളരുന്നത് തൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന കാര്യം. ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.